നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 85,000 സ്കൂളുകൾ അടച്ചുപൂട്ടിയ കാലത്താണ് കേരളത്തിൽ ഒരു കുട്ടിയെങ്കിലും പഠിക്കുന്ന സ്കൂൾ ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ പിണറായി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ MP. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷവും സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും MP നിർവഹിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 14, 15, 16 തീയതികളിൽ കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ. കായികമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പെരുമ്പിലാവ് ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളും റോഡിലെ പൈപ്പ് സ്ഥാപിക്കലും മൂലം ഉപജീവനം പ്രതിസന്ധിയിലായി ഒരു കൂട്ടം വഴിയോര കച്ചവടക്കാരും വ്യാപാരികളും. വിശ്രമ കേന്ദ്രത്തിന്റെയും പൈപ്പിടൽ ജോലികളുടെയും നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ചെറുകിട വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 85,000 സ്കൂളുകൾ അടച്ചുപൂട്ടിയ കാലത്താണ് കേരളത്തിൽ ഒരു കുട്ടിയെങ്കിലും പഠിക്കുന്ന സ്കൂളുണ്ടെങ്കിൽ അത് നിലനിർത്താൻ പിണറായി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷവും സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പിന്തുണയാണ് സർക്കാർ നൽകുന്നത്. ഹൈടെക് സ്കൂളുകളുടെ നിലവാരം പരിശോധിച്ചാൽ ഭൗതിക സാഹചര്യ വർധന മനസ്സിലാകും. പ്രബുദ്ധരായ സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇടതു സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതുതന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയമെന്നും MP കൂട്ടിച്ചേർത്തു. ഒരു കുട്ടിയെങ്കിലും പഠിക്കുന്ന സ്കൂളാണെങ്കിൽ ആ സ്കൂള് അടച്ചുപൂട്ടാൻ പാടില്ല എന്ന തീരുമാനമെടുത്ത ഒരേ ഒരു സർക്കാരാണ് കേരളത്തിൽ. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു. ഇവിടെ അടച്ചുപൂട്ടാനല്ല തീരുമാനിച്ചത്, നമ്മുടെ സ്കൂളുകൾ മെച്ചപ്പെടുത്താനാണ് തീരുമാനം. അതുകൊണ്ടാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെട്ടത്. അങ്ങനെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി എല്ലാ കാര്യത്തിലും മുന്നിലെത്തുക എന്നുള്ള നിലപാടാണ് നമ്മുടെ കേരളം ആവിഷ്കരിച്ചത്. അക്ഷര വെളിച്ചം തലമുറകൾക്ക് പകരുവാനായി പൂർവികർ 1907 ലോവർ പ്രൈമറി സ്കൂളായി ആരംഭിച്ച കടവല്ലൂർ സ്കൂൾ 125 വർഷമായപ്പോൾ ജില്ലയിലെ പ്രധാന വിദ്യാലയങ്ങളിൽ ഒന്നായതിലുള്ള സന്തോഷത്തിൽ നടക്കുന്ന ശതോത്തര രജത ജൂബിലിയുടെ ഉദ്ഘാടനവും സർഗധ്വനി എന്ന പേരിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെയും ഉദ്ഘാടനവും കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ശതോത്തര ജൂബിലിയുടെ ഭാഗമായി സ്കൂളിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിനുള്ള ആദ്യ സംഭാവന പൂർവ്വ വിദ്യാർത്ഥിയും കർഷക അവാർഡ് ജേതാവുമായ മാനംകണ്ടത്ത് മുഹമ്മദ് ഹാജി MPക്ക് കൈമാറി. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗം നിഷിൽ കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പാൾ KV വൃന്ദ സ്വാഗതവും ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ KA ശക്തിധരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് 2 ദിവസങ്ങളിലായി നടക്കുന്ന കലാമത്സരങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങൾക്ക് PTA പ്രസിഡന്റ് VK മോഹനൻ, ഹെഡ് മിസ്ട്രസ് ബിന്ദു ബാബു എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പടപ്പ് വന്നേരിയിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. അപകടത്തിൽ പരിക്കേറ്റ എടപ്പാൾ കോലൊളമ്പ് സ്വദേശികളായ സുകുമാരൻ, ചന്ദ്രൻ എന്നിവരെ അൽഫസ, പുത്തൻപള്ളി KMM എന്നീ ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുകുമാരനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്ക് മാറ്റി. വന്നേരി സ്കൂളിന് സമീപം പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 14, 15, 16 തീയതികളിൽ കുന്നംകുളത്ത് നടക്കും. കായികമേളയുടെ മുന്നോടിയായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. രക്ഷാധികാരികളായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R ബിന്ദു, കെ രാധാകൃഷ്ണൻ MP, ബെന്നി ബെഹനാൻ MP, ജില്ലയിലെ MLAമാർ എന്നിവരെയും സംഘാടക സമിതി ചെയർമാനായി AC മൊയ്തീൻ MLA, വൈസ് ചെയർപേഴ്സണായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കൺവീനർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ PI റസിയ എന്നിവരടങ്ങുന്ന വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 19 വിഭാഗത്തിൽ കേരള സ്കൂൾ ടീമിൽ സെലക്ഷൻ നേടിയ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി J റെജോയെ MLA AC മൊയ്തീൻ ആദരിച്ചു. ചടങ്ങിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ, കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രിയ സജീഷ്,
PK ഷബീർ, T സോമശേഖരൻ, കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജ്, കുന്നംകുളം അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി, വാർഡ് കൗൺസിലർ ബിജു സി ബേബി, ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ വീണ്ടും പുരസ്കാര നിറവിൽ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പുരസ്കാരം ഗുരുവായൂർ നഗരസഭയ്ക്ക് ലഭിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിലും മലിനീകരണ നിയന്ത്രണത്തിലും നേട്ടങ്ങൾ കൈവരിച്ച വിവിധ സ്ഥാപനങ്ങൾക്ക് PCB നൽകുന്ന പുരസ്കാരമാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക് ലഭിച്ചത്. തദ്ദേശ സ്ഥാപന വിഭാഗത്തിലുള്ള പ്ലാറ്റിനം അവാർഡാണിത്. സെപ്റ്റംബർ 27 ഉച്ചയ്ക്ക് 12 മണിക്ക് എറണാകുളം കറുകുറ്റി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കും. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചാവക്കാട് മുതുവട്ടൂരിൽ ബഹുജന പ്രതിഷേധം നടത്തി. CPIM വനിതാ നേതാവ് KJ ഷൈനെതിരെ സമൂഹമാധ്യമത്തിലൂടെ അപവാദ പ്രചാരണം നടത്തിയതിലും ചാവക്കാട് നഗരസഭ 9-ാം വാർഡിന് വാങ്ങിയ ആംബുലൻസ് നഗരസഭയ്ക്ക് കൈമാറിയെന്ന് വ്യാജ പ്രചരണം നടത്തിയെന്നാരോപിച്ചും വാർഡ് കൗൺസിലർ സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധം നടത്തി. മുതുവട്ടൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ, മേഖലാ സെക്രട്ടറി മുഹമ്മദ് റിനൂസ്, ലോക്കൽ കമ്മിറ്റി അംഗം VG ബിജി, അജിത് മുഹമ്മദ്, PV നഹാസ്, ശ്രീലാൽ എന്നിവർ സംസാരിച്ചു. നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചു വാങ്ങിയ ആംബുലൻസ് കാലപ്പഴക്കം മൂലം വാങ്ങി മാസങ്ങൾക്കകം കട്ടപ്പുറത്തായിരുന്നു. ഇതിനെതിരെ ഡിവൈഎഫ്ഐ പ്രചാരണം നടത്തിയതോടെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ സർക്കാർ ആവശ്യത്തിന് ഉപയോഗിക്കരുതെന്നും അത്തരം വാഹനങ്ങൾ കണ്ടം ചെയ്യണമെന്നുമുള്ള നിയമം അറിഞ്ഞുകൊണ്ടും കൗൺസിലർ നഗരസഭാ എഞ്ചിനീയർക്ക് ആംബുലൻസ് നഗരസഭ ഏറ്റെടുക്കണമെന്ന് കാണിച്ച് അപേക്ഷ നൽകി. അപേക്ഷ കൊടുക്കുന്നതിൻ്റെ ഫോട്ടോയ്ക്ക് പിറകിൽ ആംബുലൻസിൻ്റെ ചിത്രം എഡിറ്റ് ചെയ്ത് നഗരസഭയ്ക്ക് ആംബുലൻസ് നൽകിയെന്ന തരത്തിൽ പ്രചരണം നടത്തിയെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി സമര പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചു. പടിഞ്ഞാറേ നടയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒപ്പുശേഖരണ സദസ്സ് KPCC സെക്രട്ടറി CC ശ്രീകുമാർ പ്രഥമ ഒപ്പിട്ട് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ അരവിന്ദൻ പല്ലത്ത്, R രവികുമാർ, KP ഉദയൻ, ശശി വാറനാട്ട്, CS സൂരജ്, ബാലൻ വാറനാട്ട്, ശൈലജാദേവൻ, KP റഷീദ്, ശശി വല്ലാശ്ശേരി, പ്രിയ രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി നടത്തി. സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ ചേർന്നാണ് യുവജാഗരൺ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. NSS വളണ്ടിയർമാരുടെ ഫ്ലാഷ് മോബോടെ തുടക്കം കുറിച്ചു. ഡിവിഷൻ കൗൺസിലർ രമണി പ്രേമദാസൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KC പ്രമോദ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക വീണ വേണുഗോപാൽ, മാനേജ്മെന്റ് പ്രതിനിധി രാജു മാരാത്ത്, പ്രോഗ്രാം ഓഫീസർ K രോഹിണി ടീച്ചർ, രശ്മി G നായർ, R സുധ, PTA വൈസ് പ്രസിഡന്റ് KK സാഹിദൻ എന്നിവർ സംസാരിച്ചു. യുവഭാവന മലപ്പുറം അവതരിപ്പിച്ച HIV എയ്ഡ്സ് ബോധവൽക്കരണ പാവനാടകം ശ്രദ്ധേയമായി. വേലൂർ ഗവൺമെന്റ് രാജസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ജീവിതോത്സവം 2025 പദ്ധതിക്ക് തുടക്കമായി. വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവിതോത്സവം. പദ്ധതിയുടെ യൂണിറ്റ് തല ഉദ്ഘാടനം വേലൂർ പഞ്ചായത്ത് അങ്കണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി നിർവഹിച്ചു. SMC ചെയർമാൻ TD ദയൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി TP സിന്ധു, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നിഷ G നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ചലഞ്ചുകളുടെ ഭാഗമായി ഒരുക്കാം ആനന്ദ ചുവടുകൾ, ശിരസ്സുയർത്തി പാടാം എന്നീ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. 21 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനാധിഷ്ഠിതമായ ചലഞ്ചുകൾ ഉൾപ്പെടുത്തിയുള്ള വ്യക്തിഗത പ്രവർത്തനങ്ങളാണ് ജീവിതോത്സവം 2025 ലക്ഷ്യമിടുന്നത്. പെരുമ്പിലാവ് ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളും റോഡിലെ പൈപ്പ് സ്ഥാപിക്കലും മൂലം ഉപജീവനം പ്രതിസന്ധിയിലായി ഒരു കൂട്ടം വഴിയോര കച്ചവടക്കാരും വ്യാപാരികളും. പെരുമ്പിലാവ് ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി മേഖലയിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് പലരുടെയും ജീവിതമാർഗത്തിന് കരിനിഴൽ വീഴ്ത്തിയതായി മേഖലയിലെ കച്ചവടക്കാരും നാട്ടുകാരും പറഞ്ഞു. വർഷങ്ങളായി പ്രദേശത്ത് പത്രം, മുറുക്കാൻ, ചായക്കച്ചവടം, നിലക്കടല, ലോട്ടറി തുടങ്ങി ചെറുകിട കച്ചവടം നടത്തിവന്നിരുന്ന പൊറവൂർ ചൂണ്ടലാത്ത് വിജയൻ, പെരുമ്പിലാവ് സ്വദേശി കുഞ്ഞിമുഹമ്മദ്, പുത്തംകുളം സ്വദേശി സിറാജുദ്ദീൻ, പരീത്, കോലാടിക്കുന്ന് സ്വദേശി കുഞ്ഞിമോൻ തുടങ്ങിയവരെയാണ് നിർമ്മാണ പ്രവൃത്തികൾക്കായി ഒഴിപ്പിച്ചത്. സമീപത്തെ ബസ് കാത്തിരിപ്പു കേന്ദ്രവും വർഷങ്ങളായി ഓട്ടോ തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന വിശ്രമകേന്ദ്രവും ഇതിനായി പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് മരങ്ങളും മറ്റും നീക്കം ചെയ്തതല്ലാതെ മറ്റ് നിർമ്മാണ ജോലികളൊന്നും ഇതുവരെ മേഖലയിൽ ആരംഭിച്ചിട്ടില്ല. വിശ്രമസ്ഥലം പൊളിച്ചതിനാൽ കൊടുംവെയിലത്തും മഴയത്തും ഓട്ടോ തൊഴിലാളികൾക്ക് കയറി നിൽക്കാൻ ഇടമില്ലാതായെന്നും പരിഭവമുണ്ട്. ഞാനിവിടെ
98 കച്ചവടം തുടങ്ങിയതാണ്. അന്ന് തുടങ്ങുമ്പോൾ പത്രവും പിന്നെ ലോട്ടറി ആയിരുന്നു. അതിന് ശേഷമാണ് മറ്റുള്ള ഈ ലേഡീസ് കറ്റ് പിന്നെ അതുപോലുള്ള ചെറിയ സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. ജംഗ്ഷനിൽ ഇടം എന്ന പേരിൽ 9 ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്ത് നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിൽ ഓട്ടോ തൊഴിലാളികൾക്കും അധികാരികൾ കനിഞ്ഞാൽ ഒരിടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. കൂടാതെ ചൂണ്ടൽകുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി അടച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. ആഴ്ചകളോളമായി ഈ ഭാഗത്തെ എസ്പാന ഹോട്ടൽ, റോയൽ കഫ്തേരി തുടങ്ങിയ ഭക്ഷണശാലകളും 50ഓളം മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ട നിലയിലാണ്. ഇതും കച്ചവടക്കാർക്ക് കനത്ത സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വിശ്രമകേന്ദ്രത്തിന്റെയും പൈപ്പിടൽ ജോലികളുടെയും നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നും ദളിത് ആക്ടിവിസ്റ്റ് ചന്ദ്രൻ തൃപ്പണത്തിനൊപ്പം നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു. പെരുമ്പ്രാവ് സെന്റർ സർക്കാരിൻ്റെ സൗന്ദര്യവൽക്കരണവുമായി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കലാകാരങ്ങളായി സുൽത്താൻ കച്ചോറ്, ബീഡിക്കച്ചോറ്, ലോട്ടറി കച്ചോറ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് ഉപജീവനമാർഗം നേടിയിരുന്ന പാവപ്പെട്ട ആളുകളുടെ ഈ ജീവിതമാർഗങ്ങളൊക്കെ അവർ പ്രദേശവാസികൾ നിരന്തരം അപേക്ഷകൾ സമർപ്പിച്ചിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കാതായതോടെ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയേക്കലിന് PFA പെരുമണ്ണൂർ സ്നേഹാദരം നൽകി. സ്വന്തം കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടിത്തറ പഞ്ചായത്തിലെ 14-ാം വാർഡ് കോട്ടപ്പാടത്തെ നൌഷാദ് പടി റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. മാളിയേക്കൽ ബാവയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ പെരുമണ്ണൂർ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് MV സുരേഷ്, മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, ഗഫൂർ, ഉദയൻ, നിധീഷ്, ഉണ്ണികൃഷ്ണൻ, സുകുമാരൻ, സുജിത്ത്, സജീവ് എന്നിവർ പങ്കെടുത്തു. CPM നേതാവും വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ MT വേലായുധൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ സർവകക്ഷിയോഗം അനുശോചിച്ചു. കടങ്ങോട് മില്ല് സെന്ററിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർ CV സുഭാഷ് അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, UV ഗിരീഷ്, OS വാസുദേവൻ, OK ശശി, അഭിലാഷ് കടങ്ങോട്, CM അബ്ദുൽ നാസർ, NK പ്രമോദ് കുമാർ, PV കൃഷ്ണൻകുട്ടി, PS പ്രസാദ്, KM നൌഷാദ്, രമണി രാജൻ, KK മണി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ ഫെസ്റ്റ് ടെക്ട്രോ എന്ന എക്സ്പോ സംഘടിപ്പിച്ചു. പഴഞ്ഞി MD കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു കെ മത്തായി ഡിജിറ്റൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യകളുടെ നൂതന പ്രവണതകളെ അറിയാനും ആഗോളതലത്തിലെ മാറ്റങ്ങൾക്കൊപ്പം മുന്നേറാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ ഡിജിറ്റൽ ഫെസ്റ്റ് സഹായകമാകുമെന്ന് ഡോക്ടർ മഞ്ജു കെ മത്തായി പറഞ്ഞു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ഡോക്ടർ CL ജോഷി, MD കോളേജ് കമ്പ്യൂട്ടർ വിഭാഗ മേധാവി ബെൻസൺ, ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഷെബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി, സൈബർ സ്ക്വയർ പ്രതിനിധി MR അമൽ, സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷഫീഖ്, അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡർ ഹനാഷ് നൌഫൽ എന്നിവർ സംസാരിച്ചു. ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെയും ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയിലെ വിദ്യാർത്ഥികൾ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു. വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ഗെയിം ഡെവലപ്മെന്റ്, റോബോട്ടിക് ആനിമേഷൻ എന്നീ വൈവിധ്യമാർന്ന പരിപാടികൾ ഡിജിറ്റൽ ഫെസ്റ്റിന്റെ പ്രധാന ആകർഷകങ്ങളായിരുന്നു. ഡിജിറ്റൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് പൈത്തൺ പ്രോഗ്രാമിംഗ്, ടെക്ടോക്ക്, ആനിമേഷൻ എന്നിവയിൽ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കമ്പ്യൂട്ടർ വിഭാഗം അധ്യാപകരായ MC അശ്വതി, PC റൂമി, നിബ മനു, നിത്യ K കുമാർ, അഞ്ജു എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ താമരയൂർ മെട്രോലിങ്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 27-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മെട്രോ ഹാളിൽ NK അക്ബർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ, നിയാസ് ബക്കർ, നഗരസഭാ കൗൺസിലർ നിഷി പുഷ്പരാജ് എന്നിവർ മുഖ്യാതിഥികളാകും. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ചികിത്സാ സഹായ വിതരണം, വിവിധ മത്സരങ്ങൾ, സംഗീത വിരുന്ന് എന്നിവ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് KR ചന്ദ്രൻ, സെക്രട്ടറി ഗിരീഷ് C ഗീവർ, ജോബി വാഴപ്പള്ളി, ഡോക്ടർ ഹരിഭാസ്കർ, ബാബു M വർഗീസ്, MR സുരേന്ദ്രൻ, TD വാസുദേവൻ എന്നിവർ പങ്കെടുത്തു.
പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ടിന് 5 വർഷമായിട്ടും ശാശ്വത പരിഹാരമായില്ല. പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. വെള്ളക്കെട്ട് മൂലം റോഡ് തകർന്ന് തരിപ്പണമായി കാൽനട പോലും ദുസ്സഹമായിരിക്കുന്ന അവസ്ഥയാണ്. ആൽത്തറ തിപ്പലശ്ശേരി ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ജംഗ്ഷനിലേക്ക് എളുപ്പമാർഗമെത്താനുള്ള പാത കൂടിയാണിത്. വെള്ളക്കെട്ട് മൂലം 300 മീറ്ററോളം റോഡ് പാടെ തകർന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പെരുമ്പിലാവിലെ 15-ാം വാർഡിലെ പ്രധാന റോഡായ അംബേദ്കർ നഗറിലേക്കും തിപ്പലശ്ശേരി ആൽത്തറ എരുമപ്പെട്ടി ഭാഗത്തിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ഉള്ള ജോലിക്കാരും കുട്ടികളുമായി പോകേണ്ട ഈ റോഡിലെ അവസ്ഥ വളരെ പ്രയാസപ്പെട്ട. കനത്ത മഴ മൂലം റോഡിന് ഇരുവശത്തെ കാനകളും മണ്ണു വന്ന് നിറഞ്ഞ അവസ്ഥയിലാണ്. വർഷങ്ങളായി മേഖലയിലെ റോഡ് ശാസ്ത്രീയമായി നിർമ്മിക്കുകയും കാനകൾ വൃത്തിയാക്കുകയും വെള്ളം ഒഴുകിപ്പോകുന്നതിനായുള്ള സമീപത്തെ തോട് വൃത്തിയാക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ നിരന്തരമായി പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും പരിഹാരമായിട്ടില്ലെന്ന് പരാതിയുണ്ട്. റോഡിലെ വെള്ളക്കെട്ടിനും റോഡിന്റെ തകർച്ചയ്ക്കും ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ ആവശ്യപ്പെട്ടു. നിഷാദ് ആൽത്തറ, ഹസീന സലിം, CM താഹ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവിൽ നിന്ന് അംബേദ്കർ നഗറിലേക്ക്, അതേപോലെ തന്നെ തിപ്പലശ്ശേരി ആൽത്തറ എരുമപ്പെട്ടി ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു എളുപ്പവഴി എന്നുള്ള രൂപത്തിൽ ആളുകൾക്ക് നടന്നു പോകാനും വണ്ടികളിലൂടെയൊക്കെ പോകാൻ ആവുന്ന ഒരു റോഡായാണ് ഇതിനെ കാണുന്നത്. ഈ റോഡിന്റെ അവസ്ഥ 5 വർഷങ്ങളായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ബോട്ടണി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സസ്യ 2025 സംഘടിപ്പിച്ചു. സസ്യശാസ്ത്ര വിദ്യാർത്ഥികളിൽ വിവിധ കാർഷിക വിളകളുടെ ഉൽപ്പത്തിയും പ്രാധാന്യവും മറ്റു സവിശേഷ ഗുണങ്ങളെ സംബന്ധിച്ചുമുള്ള ബോധവൽക്കരണം നൽകുന്നതിനായാണ് പരിപാടി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജോയ് PS ഉദ്ഘാടനം ചെയ്തു. ബോട്ടണി വകുപ്പ് മേധാവി ഡോക്ടർ നിരഞ്ജന MR അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ G ഗായത്രി, ഡോക്ടർ TM പ്രജിത്ത്, ഡോക്ടർ V സുമതി എന്നിവർ സംസാരിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖല തിരിച്ചറിയൽ കാർഡ് വിതരണവും മേഖലാ കൺവെൻഷനും ശനിയാഴ്ച നടക്കും. രാവിലെ 11-ന് കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ID കാർഡ് വിതരണം ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും. CPIM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ അറവക്കാട്, KMPU സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന മേഖലാ കൺവെൻഷനിൽ പ്രവർത്തന റിപ്പോർട്ട് ചർച്ച, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവ നടക്കും. തിരുവത്ര അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി IAS ജൂനിയർ കോഴ്സിന്റെ സൗജന്യ ഓറിയന്റേഷൻ നടത്തുന്നു. പെരിന്തൽമണ്ണ KREA ജൂനിയർ IAS കോച്ചിംഗ് സെന്ററിൽ സഹകരണത്തോടെ സെപ്റ്റംബർ 27 ശനിയാഴ്ച വൈകിട്ട് 4-ന് അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ KREA അക്കാദമി ചെയർമാനും പെരിന്തൽമണ്ണ MLAയുമായ നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 75 60 81 08 23 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. അൽ റഹ്മ വൈസ് പ്രസിഡന്റ് MA മൊയ്തീൻ ഷാ, അക്കാദമിക് ചെയർമാൻ അഹമ്മദ് കബീർ ഫൈസി, ചീഫ് കോർഡിനേറ്റർ TM മൊയ്തീൻ ഷാ, അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ സിറാജ് P ഹുസൈൻ, അംഗം VA മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അഞ്ജു കൃഷ്ണയെ പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉപഹാരം നൽകി ആദരിച്ചു. ക്ലബ് പ്രസിഡന്റ് MV സുരേഷ്, മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, ഗഫൂർ, ഉദയൻ, നിതീഷ്, സുജിത്ത്, സജീവ് എന്നിവർ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു. പെരുമണ്ണൂർ നമ്മളിക്കര ഉണ്ണികൃഷ്ണൻ ലതാ ദമ്പതികളുടെ മകളാണ് അഞ്ജു. ചാവക്കാട് മണത്തല സ്വദേശിയായ യുവാവ് ദുബായിൽ മരിച്ചു. മണത്തല സിംഗർ ലൈനിൽ വലിയകത്ത് തൈവളപ്പിൽ സലീമിന്റെ മകൻ 26 വയസ്സുള്ള ഇയാസാണ് മരിച്ചത്. മണത്തല മഹല്ല് മുൻ പ്രസിഡന്റ് TV ഹസൻകുട്ടിയുടെ പേരമകനാണ്. ഷമീറ മാതാവും റിജാസ് സഹോദരനുമാണ്. ഖബറടക്കം പിന്നീട് നടത്തും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 10,490 രൂപ, പവന് 83,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 144 രൂപ. ചർമ്മം
പഴഞ്ഞി പെരുന്തുരുത്തി മൂർത്താട്ടിൽ കുഞ്ഞൻ നിര്യാതനായി 93 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ജാനകി ഭാര്യയും ദാസൻ, സജി, കാർത്തിയേനി, സുജാത, ഷിജി എന്നിവർ മക്കളുമാണ്. ആർത്താറ്റ് കിഴക്കുമുറി താമസിച്ചിരുന്ന കോട്ടപ്പടി കീഴുകറ ഔസേ പുണ്ണി ഭാര്യ ഏലേക്കുട്ടി നിര്യാതയായി 94 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലാസസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് 85,000 സ്കൂളുകൾ അടച്ചുപൂട്ടിയ കാലത്താണ് കേരളത്തിൽ ഒരു കുട്ടിയെങ്കിലും പഠിക്കുന്ന സ്കൂൾ ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ പിണറായി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ MP. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷവും സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും MP നിർവഹിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 14, 15, 16 തീയതികളിൽ കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ കായികമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പെരുമ്പിലാവ് ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളും റോഡിലെ പൈപ്പ് സ്ഥാപിക്കലും മൂലം ഉപജീവനം പ്രതിസന്ധിയിലായി ഒരു കൂട്ടം വഴിയോര കച്ചവടക്കാരും വ്യാപാരികളും. വിശ്രമകേന്ദ്രത്തിന്റെയും പൈപ്പിടൽ ജോലികളുടെയും നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ചെറുകിട വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നും ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.